ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് +1 അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങളിപ്പം അലോട്ട്മെൻറ്റിന് ഒരുപാട് വിദ്യാർത്ഥികൾ അക്ഷയ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ഈ ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം അക്ഷയയിൽ നിന്നും അവർ ഓൺലൈനായിട്ട് ചെയ്യണം. ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ. ജൂൺ 3-ാം തീയതി അവസാനിക്കും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം. നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോം അവർ ഓൺലൈനായിട്ട് ചെയ്തു എന്നാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് അവർ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂസർ നെയിമോ പാസ്വേഡോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ അതിൻ്റെ PDF എങ്കിലും അയച്ചു തന്നിട്ടുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് OTP വെച്ചിട്ട് അവർ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ ഫോം കൊടുത്തു പിന്നെ ഒരു വിവരവുമില്ല ഇതിനെക്കുറിച്ച് എങ്കിൽ തീർച്ചയായിട്ടും എവിടെയാണോ കൊടുത്തത് അവിടെ പോവുക, അന്വേഷിക്കുക. എൻ്റെ ഫോം കൊടുത്തിട്ടുണ്ടോ, നിങ്ങളോട് വിട്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. സാധാരണഗതിയിൽ ഇവരോട് വിട്ടുപോകാറൊന്നുമില്ല. അവർ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന ആളുകളാണ്. അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഭാഗം നമ്മളൊന്ന് ഉറപ്പ് വരുത്തണമല്ലോ, നമ്മളൊന്ന് ഉറപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അന്വേഷിക്കുക എൻ്റെ ഫോം കൊടുത്തിട്ടുണ്ടോ ഓൺലൈനായിട്ട് എന്നുള്ളത്. ഓക്കെ.